ആരെങ്കിലും ഒരു ദരിദ്ര ജീവിതാവസ്ഥയിൽ നിന്നുകൊണ്ട് അവർ പണമുണ്ടാക്കുകയോ അല്ലെങ്കിൽ മാന്യമായ ജീവിതം നയിക്കുകയോ ചെയ്യുന്നതിന് ആർക്കും എതിർപ്പൊന്നുമില്ല. ആരെങ്കിലും കച്ചവടം ചെയ്യുന്നതിനോ നേരായ രീതിയിൽ പണം സമ്പാദിക്കുന്നതിനെ സംബന്ധിച്ച് ആർക്കും എതിർപ്പില്ല. കാരണം നമ്മുടെ നാട് പുരോഗമിക്കുമ്പോൾ ഓരോരുത്തർക്കും പുതിയ അവസരങ്ങളാണ്. അപ്പോൾ കപ്പലണ്ടിക്കാരനാണെങ്കിലും ഓട്ടോറിക്ഷ ഡ്രൈവറാണെങ്കിലും ചെത്തുതൊഴിലാളിയാണെങ്കിലും എല്ലാം പുതിയ അവസരങ്ങൾ ഉപയോഗിച്ച് ജീവിതത്തിൽ ഉന്നതിയിലേക്ക് എത്തണം, സംശയമില്ല. അത് പക്ഷേ നിയമപരമായിരിക്കണം എന്നാണ് ഇവിടെ പ്രശ്നം. എന്താ ഇവിടെ പ്രശ്നം? ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ ചർച്ച പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് CPM ആണ്. എന്തുകൊണ്ടാണ് CPM ഈ ചർച്ചയ്ക്ക് വരാൻ മടിക്കുന്നത്? നിങ്ങൾ വിളിക്കാഞ്ഞിട്ടാണോ അതോ അവർ വരുന്നില്ല തീരുമാനിച്ചതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കുറച്ച് നാളുകളായിട്ട് ജനങ്ങളുടെ മുന്നിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയരുമ്പോഴെല്ലാം ചോദ്യത്തിന് ഉത്തരം പറയേണ്ടിടത്തെല്ലാം CPM ഒളിച്ചോടുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഈ കരുവന്നൂർ ബാങ്കിലെ സംബന്ധിച്ചിട്ടുള്ള ഇഷ്യൂവിൽ, അഴിമതി വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന പാർട്ടി ഈ നേരത്തെ ഇത് സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടായിരുന്നപ്പോഴും എല്ലാം അതിൽ നിന്ന് ഒളിച്ചോടുന്നതാണ് നമ്മൾ കണ്ടത്. ഈ കഴിഞ്ഞ ദിവസം മറ്റൊരു വിഷയത്തിലുണ്ടായിരുന്ന ചർച്ചയിലും ഇതുപോലെ തന്നെ CPM ഒളിച്ചോടാണ്. CPM എന്നൊരു പറയുന്ന പാർട്ടി ജനങ്ങളുടെ മുന്നിൽ യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നതിൻ്റെ അടയാളമാണത്. നോക്കൂ, ഇവിടെ ഇപ്പൊ സൂചിപ്പിക്കേണ്ടത്, ഞങ്ങൾ കരുവന്നൂർ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പിന്റെ അഴിമതിയുടെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണമൊക്കെ നടക്കുന്ന സമയത്തെല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് ഉന്നയിച്ച ആരോപണമുണ്ട്. ഇതിൽ അഴിമതി സംബന്ധിച്ച് CPM-ഉം BJP-യും തമ്മിൽ ഒത്തുതീർപ്പിലെത്തിയിരിക്കുന്നു. AC മൊയ്തീനിലേക്ക് അന്വേഷണം എത്തി. ആ അന്വേഷണത്തിൽ നമുക്കെല്ലാം പുറത്തു വന്ന വിവരം വെച്ചും AC മൊയ്തീൻ സ്ഥിരീകരിച്ചതും ഉൾപ്പെടെ വെച്ച് മച്ചാട് ബാങ്കിൽ 35 ലക്ഷത്തിന്റെ അദ്ദേഹത്തിന്റെ സ്ഥിര നിക്ഷേപം ഫ്രീസ് ചെയ്യപ്പെടുകയും മരവിപ്പിക്കപ്പെടുകയും ചെയ്തു. പക്ഷെ എന്നിട്ടും AC മൊയ്തീൻ ഈ കേസിൽ പ്രതിയാവുന്നില്ല, അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. മറ്റ് ഒരു ചോദ്യം ചെയ്യലിനപ്പുറം മറ്റൊന്നും നടക്കുന്നില്ല. MK കണ്ണൻ കുറച്ചുനാൾ ജയിലിൽ കടന്നിരുന്നു. പക്ഷെ അദ്ദേഹത്തെയും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആസൂത്രിതമായിട്ട് ഇന്ന് ആ അന്വേഷണം, ആ ബാങ്കിൽ നടന്നിരിക്കുന്ന അഴിമതിയെയും തട്ടിപ്പിനെയും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷണത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നേരത്തെ ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ച ഒത്തുതീർപ്പ്, ആ ഒത്തുതീർപ്പ് നടക്കുന്നത് ഇവിടെയൊക്കെയാണ്. ഇതിൻ്റെയൊക്കെ ഫലമാണ് രാഷ്ട്രീയമായിട്ട് തൃശ്ശൂർ ഉണ്ടായിട്ടുള്ളതും മറ്റ് കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ഇന്ന് BJP ആയിട്ട് ഉണ്ടാകുന്നത്. കാരണം BJP CPM-നെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയോ? കഴിഞ്ഞ 10 വർഷം കൊണ്ട് CPM അഴിമതി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തിരിക്കുന്നു. മേൽത്തട്ട് മുതൽ ഏറ്റവും താഴത്തെ ബ്രാഞ്ച് സെക്രട്ടറി. ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് എത്ര പതിറ്റാണ്ടുകളായി. ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വഴികളിലെല്ലാം പണ്ട് ബ്രാഞ്ച് സെക്രട്ടറിമാരും ലോക്കൽ സെക്രട്ടറിമാരും എല്ലാം ഏറ്റവും പിന്നോക്കമായിട്ടുള്ള ജീവിതാവസ്ഥയിൽ അല്ലെങ്കിൽ സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള സഖാക്കന്മാരെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നെന്താ അവസ്ഥ? ഇന്ന് ബ്രാഞ്ച് സെക്രട്ടറിമാരും ലോക്കൽ സെക്രട്ടറിമാരും പോലും നടത്തുന്ന ഇടപാടുകളും കോംപ്രമൈസും അഡ്ജസ്റ്റുകളും കോടികളുടെയാണ് നമ്മൾ കാണുന്നത്, വാർത്തകൾ വരുന്നത്. ഇതിനോടൊന്നും നടപടിയെടുക്കാൻ ഉള്ള ധാർമ്മിക ശക്തി ഇല്ലാത്ത നിലയിൽ കേരളത്തിലെ CPM-ന്റെ പ്രസ്ഥാനം മുഴുവൻ മാറിയിരിക്കുന്നു. ഇന്ന് ആർക്കും ഇതിനകത്ത് കക്കാം. CPM-ന്റെ നേതാവായാൽ കക്കാം. ആ കള്ളത്തരത്തിന് പാർട്ടി പ്രൊട്ടക്ഷൻ കൊടുക്കും എന്നുള്ള സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കരുവന്നൂർ ബാങ്ക് മാത്രമല്ല, കേരളത്തിൽ നടക്കുന്ന മുഴുവൻ അഴിമതികളിലും ഇത്തരത്തിലുള്ള ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ കൊട്ടേഷൻ രാഷ്ട്രീയത്തിലുമെല്ലാം CPM-ന്റെ നേതാക്കന്മാർ നടത്തുന്ന അഴിമതിയും വെട്ടിപ്പും കൊള്ളയും ചോദ്യം ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അഴിമതിയും ക്രമക്കേടുകളുമെല്ലാം വ്യാപകമായിരിക്കുന്നു. അതാണ് ഇതിന്റെ പ്രശ്നം. കരുവന്നൂരിൽ നടന്നിരിക്കുന്ന കൊള്ള സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടന്ന കൊള്ളയാണ്. അതിനകത്ത് നമുക്കറിയാലോ പരാതി പോയത് എവിടെ? പരാതി സംസ്ഥാന നേതൃത്വത്തിന് ഉൾപ്പെടെ പരാതി പോയിരുന്നല്ലോ. അവിടെ സംസ്ഥാന നേതൃത്വത്തിന് പരാതി പോയതിനു ശേഷവും ഏകദേശം 2 വർഷക്കാലത്തോളം ഈ തട്ടിപ്പ് വീണ്ടും നടന്നു. ആ തട്ടിപ്പ് നടന്നതിന് ശേഷം എന്താണ് അവിടുത്തെ ഏറ്റവും പ്രധാനം? ആ തട്ടിപ്പ് പണം തിരിച്ചുപിടിക്കാൻ വേണ്ടി ചെയ്തത് ഒന്നും ചെയ്തില്ല. അവിടുത്തെ തട്ടിപ്പ് പണം തിരിച്ചുപിടിക്കാൻ വേണ്ടി ഇപ്പോൾ ഉള്ള കണക്ക് നോക്കിയാലും കുറച്ച് നാളുകൾക്ക് മുമ്പ് നോക്കിയപ്പോൾ 4400 രൂപ തിരിച്ചുപിടിച്ചു എന്നായിരുന്നു കണ്ടത് സംസ്ഥാനത്തിന്റെ അന്വേഷണത്തിൽ. ആ സംസ്ഥാനത്തിന്റെ അന്വേഷണത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തെ ഒന്നിനെയും അതിനകത്ത് പ്രതിയാക്കിയില്ല. ED വന്നതിന് ശേഷം കുറച്ചുപേരെ പ്രതിയാക്കുകയും ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ അതിനപ്പുറം നീളാത്ത രീതിയിൽ തൃശ്ശൂർ തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ വെച്ചുകൊണ്ട് രാഷ്ട്രീയമായ ഒത്തുതീർപ്പ് അവിടെ ഉണ്ടായി. ആ രീതിയിലേക്ക് പോവുകയാണ്. ഇന്ന് ഈ ക്രമക്കേട് മുഴുവൻ സഹകരണ മേഖലയുടെ മുഴുവൻ വിശ്വാസ്യതയും കളയുന്ന രീതിയിലേക്ക് CPM-ന്റെ സഹകരണ സ്ഥാപനങ്ങളിലെ തട്ടിപ്പ് പോയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.